ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിജികാർട്ടിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ഫിജികാർട്ട് ബോബി ചെമ്മണ്ണൂറിന്റെ കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന്റെ എന്ത് ബിസിനസ് ഐഡിയ ആണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളത് എന്നാണ് ഞാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടി കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു 7ഓളം പോയിന്റുകളാണ് ഫിജികാർട്ടിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തിന് ഫിജികാർട്ട് ഒരാൾ സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഫിജികാർട്ടിന്റെ മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് ആരാണ് റൺ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ഫിജികാർട്ട് റൺ ചെയ്യിക്കുന്നത് ഒരു 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ സാറാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പാഷനായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 2016 ഇന്ത്യയിൽ ഒരു ഗൈഡ് ലൈൻ, ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻ ഇവിടെ വന്നത്. 9/9/2016 കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നത്. അതിനുശേഷം 2018 കേരള ഗവൺമെന്റും 8/8/2018 ഗൈഡ് ലൈൻ കൊണ്ടുവന്നു. ഈ സമയത്താണ് ബോബി ചെമ്മണ്ണൂർ ഫിജികാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത് നെറ്റ്വർക്ക് മേഖല അദ്ദേഹം പാഷനായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു നിയമം വന്നപ്പോൾ തന്നെ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് 2021 ഡിസംബർ 28 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡയറക്ട് സെല്ലിംഗ് റൂൾസ് അനുസരിച്ചിട്ടാണ്. എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തു പറയുന്നത്? നമുക്ക് ഇത്ര നാളിവിടെ നിയമമുണ്ടെന്നേ പറയാറുള്ളൂ. എന്നാൽ അതിന് നിയമം പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെ എതിരെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് അറിയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു കമ്പനിക്കെതിരെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും, ഹൈറിച്ച് എന്നൊരു കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഡയറക്ടറെ അറസ്റ്റ് ചെയ്യുക കൂടി ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് നല്ലൊരു നിയമം വന്നിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫിജികാർട്ടിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞത്. ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത് തന്നെ 1ൽ നിന്ന് 100ലേക്കും, 100ൽ നിന്ന് 1000ലേക്കും, 1000ൽ നിന്ന് 10000ലേക്കും, 10000ൽ നിന്ന് ലക്ഷത്തിലേക്കും കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവിടെ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബിസിനസ്സുകാരനാണെങ്കിൽ, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരാൾക്ക് മാത്രമാണ് ആ കൺസെപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഫിജികാർട്ടിന്റെ രണ്ടാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമാണ് അതിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റിയതാണോ, അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ള ഉൽപ്പന്നങ്ങളാണോ ആ കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. കാരണം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് ഉപയോഗിച്ചതിന് ശേഷം അത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്താൽ മാത്രമാണ് അതിൽ നിന്നൊരു വരുമാനം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കമ്പനി ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ, ക്വാണ്ടിറ്റിയും ഇല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ച് വരുമാനം ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഫിജികാർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരത്തെ കപ്പിൽ ആടുന്നു, ഒലയുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തു കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായാലും, കുറച്ചുപേര് ഈ സുനാമിയൊക്കെ ഉണ്ടായി, അല്ലെ, കോവിഡ് ഉണ്ടായി, എല്ലാ വൈറസും വന്നിട്ടും ജീവിച്ചിരിക്കുന്നവർ കൂടി ഉണ്ടല്ലേ. വാടാത്തത്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. അപ്പോ ഒരു തിരുത്തൽ എപ്പോഴും ആവശ്യമാണ്. ചിലത് പറയില്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി എന്നതാണ്. അപ്പോ നമ്മള് ലീഡേഴ്സുമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ടീമായി നിന്നുകൊണ്ട് എന്തൊക്കെ സാധനമാണ് ഫിജികാർട്ടിലേക്ക് ആവശ്യം, ഏറ്റവും ഹോട്ട് കേക്ക് പോലെയുള്ള ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള, റീപർച്ചേസ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇമ്മീഡിയറ്റ് എത്തിക്കുകയാണ്. അതിന്റെ ഞാൻ പണ്ടൊക്കെ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് 2.5 കോടി പാസ്സാക്കിയിട്ടുണ്ട്. 25 കോടി രൂപയാണ്
25 കോടി രൂപയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റിക്വസ്റ്റ് ചെയ്യുന്നത് മുമ്പത്തെ പോലൊരു വിഷയം ഇനി ഉണ്ടാവരുത്. ക്വാളിറ്റി പ്രോഡക്റ്റ്, റീസണബിൾ പ്രൈസ്. അല്ലേ? അങ്ങനെയല്ലേ വേണ്ടേ? അല്ലേ? അമിത ലാഭം വേണോ? വേണ്ട. സ്ലോ ആൻഡ് സ്റ്റഡി, റീസണബിൾ, അതാണ്. അപ്പൊ അങ്ങനത്തെ കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചില തിരുത്തുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് 5000-ലധികം ഉൽപ്പന്നങ്ങളാണ്. കമ്പനിയുടെ സ്വന്തം ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസും ഫിജിക്കാർട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കമ്പനിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ഇതൊരു പുതിയ മേഖലയാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖല എന്നത് കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പുതിയ മേഖലയാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ആളുകൾക്ക് കിട്ടുന്നത് ആ കമ്പനിയിൽ നിന്നുള്ള ലീഡേഴ്സിൽ നിന്നാണ്. നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഇതിനിപ്പോഴും ഒരു പ്രചാരം കൊടുക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് കമ്പനിയെ കുറിച്ചുള്ള, കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഇതെങ്ങനെ ആണ് നമ്മൾ സെയിൽ നടത്തേണ്ടത്, എങ്ങനെയാണ് ഇത് മറ്റുള്ളവർക്ക് എത്തിക്കേണ്ടതെന്നുള്ള അറിവുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഫിജിക്കാർട്ടിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ബിസിനസ് സ്കൂളാണ് ഫിജിറ്റൽ അക്കാദമി എന്ന് പറയുന്നത്. ഈ ഫിജിറ്റൽ അക്കാദമിയുടെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏതൊരു സാധാരണക്കാരനും വന്ന് വിജയിച്ചു പോകാവുന്ന ഒരു സിസ്റ്റമാണ് ഫിജിക്കാർട്ടിനുള്ളത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെണ്ടർ രജിസ്ട്രേഷനെ കുറിച്ചാണ്. ഫിജിക്കാർട്ട് എന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് മാത്രമല്ല, ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അതായത് ഡയറക്ട് സെല്ലിംഗ് പ്ലസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫിജിക്കാർട്ട്.com. പുറമേ നിന്നുള്ള ആർക്കും ഫിജിക്കാർട്ടിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫിജിക്കാർട്ട് ആപ്ലിക്കേഷനിലൂടെ വിറ്റഴിക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഇ കൊമേഴ്സ് രംഗത്തേക്കും ഫിജിക്കാർട്ട് കടക്കുകയാണ്. ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുമ്പോൾ ഫിജിക്കാർട്ടിൽ ഉള്ളവർക്ക് എന്താണ് പ്രയോജനം? ഫിജിക്കാർട്ടിന്റെ അവസാന 3 റാങ്കുകാരായ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നീ 3 റാങ്കുകാർക്ക് കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിന്റെ 0.5% മുതൽ 1.5% വരെ വീതിച്ചു കൊടുക്കുന്നു എന്നതാണ്. ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടിയാകുമ്പോൾ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിക്കുകയും വരുമാനം കൂടുകയാണ് ചെയ്യുന്നത്. 100 കോടിയാണ് കമ്പനിയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എങ്കിൽ 0.5% എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതിന്റെ സാധ്യത എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെണ്ടർ രജിസ്ട്രേഷനോട് കൂടി പറയാനുള്ള ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ. കമ്പനിയുടെ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം വെണ്ടർ രജിസ്ട്രേഷൻ കൂടി വരുമ്പോൾ കമ്പനിക്ക് ഇപ്പോഴുള്ള സോഫ്റ്റ്വെയറിൽ ഒരുപാട് പരിമിതികളുണ്ട്. അത് നമ്മുടെ കൊറോണ സമയത്ത് തന്നെ മനസ്സിലായതാണ്. ഒരുപാട് സെയിൽസ് ആണ് ആ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടായത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 95% സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഫിജിക്കാർട്ടിന്റെ പ്രത്യേകതകളിൽ 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഫിജിക്കാർട്ടിന്റെ ഇൻകം പ്ലാനിനെ കുറിച്ചാണ്. വളരെ മനോഹരമായ ഒരു ഇൻകം പ്ലാനാണ് ഫിജിക്കാർട്ടിനുള്ളത്. ഫിജിക്കാർട്ട് ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും 6 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്നിവയാണ് 6 തരത്തിലുള്ള വരുമാനങ്ങൾ. ഈ 6 തരത്തിലുള്ള വരുമാന രീതിയും ഫിജിക്കാർട്ടിന്റെ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചത് തന്നെ ഈ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും. ബോച്ചയുടെ ബിസിനസ് ഐഡിയ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഫിജിക്കാർട്ടിന്റെ 6ാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ് ബോച്ചയുടെ ബിസിനസ് ഐഡിയ എന്താണെന്നാണ്. ഫിജിക്കാർട്ട് പറയുന്നത് ഏതൊരാൾക്കും ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്.
എന്താണ് കമ്പനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉദാഹരണത്തിന് ഒരു 24,000 രൂപയാണ് 100 സെയിൽസ് വോളിയം ആയി വരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതായത് നിങ്ങൾക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു ദിവസക്കൂലിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ജോലിക്ക് കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ എത്രയെങ്കിലും ആകട്ടെ. ഒരു ഉദാഹരണത്തിന് ഞാനൊരു 20,000 രൂപയായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മറ്റൊരാളെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആ 20,000 രൂപ കൊടുക്കേണ്ടി വരും. രണ്ടുപേരെ കണ്ടെത്തണമെങ്കിലോ 40,000 രൂപ കൊടുക്കേണ്ടി വരില്ലേ? 5 പേരാണെങ്കിലോ 1 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇനി 10 പേരാണെങ്കിലോ 2 ലക്ഷം കൊടുക്കേണ്ടി വരും. അല്ല, അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആ പൈസ ആ മുതൽ മുടക്ക് മുടക്കേണ്ടി വരുന്നു. എന്നാൽ ഫിജികാർട്ടിൽ നിന്ന് 100 സെയിൽസ് വോളിയം പ്രൊഡക്ട്സ് ഈ 24,000 രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ അവസരം ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. അവർക്കും ഇതേ അവസരം തന്നെയാണ് വരുന്നത്. അവർക്കും എത്ര പേർക്ക് വേണമെങ്കിലും ഈ അവസരം ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഓട്ടോ എടുക്കുന്നതിന് എന്താണ് ചെലവ് വരുന്നത്? ഒരു 3 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്കൊരു 5 പേര് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതായത് ഒരു 5 ഓട്ടോ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 15 ലക്ഷം രൂപ മുടക്കേണ്ടി വരും, അല്ലേ? ഇനി ഒരു 10 ഓട്ടോ നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിലോ 30 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. കൂടാതെ അതിൽ ഓടിക്കാൻ 10 പേരെ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ഫിജികാർട്ടിൽ നിങ്ങൾ 100 സെയിൽസ് വോളിയത്തിന്റെ ഉൽപ്പന്നം 24,000 രൂപക്ക് മുടക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് 24,000 രൂപ എടുത്തത്. നിങ്ങൾക്ക് ഈ ബിസിനസ് ഇതിന് കുറഞ്ഞ ചെലവിലോ അല്ലെങ്കിൽ ഇതിലും കൂടിയ തുകയ്ക്കോ അത് നിങ്ങൾ എടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില അനുസരിച്ചാണ് എമൗണ്ട് വരിക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ അവസരം എക്സ്പ്രസ് ചെയ്യാൻ, ഈ അവസരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എടുത്തൊരു എമൗണ്ട് ആണെന്ന് മാത്രം. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്? ഈ ഫിജികാർട്ട് എന്ന കൺസെപ്റ്റ് ഡയറക്ട് സെല്ലിംഗ് റൂൾസ് അനുസരിച്ച് പ്രവർത്തുന്ന കമ്പനിയാണ്. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി ഫിജികാർട്ടിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഡയറക്ട് സെയിൽസിനും ഇൻഡയറക്ട് സെയിൽസിനും ഒരുപോലെ കമ്മീഷൻ കിട്ടുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബിസിനസ് മേഖല ഏറ്റവും മികച്ചതായിട്ട് മാറുന്നതും ഏറ്റവും മനോഹരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫിജികാർട്ടിന്റെ 7ാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. നോ റിസ്ക് ആൻഡ് നോ ടെൻഷൻ എന്നതാണ് ആ പോയിന്റ്. കാരണം നമ്മളിവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഫിജികാർട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് 30 ദിവസത്തെ സമയമാണ് കമ്പനി അനുവദിച്ചു തരുന്നത്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ കമ്പനിക്ക് തിരിച്ചു കൊടുത്ത് അതിന്റെ റീഫണ്ട് ഒരു പൈസ പോലും നഷ്ടമില്ലാതെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം ഇവിടെ ഒരു അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അതായത് എല്ലാവർക്കും ജോലിയുണ്ട്, എന്നാൽ തീരെ വരുമാനമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള യുവാക്കൾ മൊത്തം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പോകുന്നത്. വീടിന്റെ ആധാരം വരെ പണയം വെച്ച് ലക്ഷങ്ങൾ കടമെടുത്തും ഒക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ, നിങ്ങളുടെ ബന്ധുക്കളുടെ കൂടെ ഫിജികാർട്ടിൽ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഇവിടെ സംഭവിക്കുക? എന്തെങ്കിലും ടെൻഷനോ റിസ്ക് ഉണ്ടോ? ഇവിടെ കമ്പനി നടത്തുന്ന ബോബി ചെമ്മണ്ണൂറിനാണ് റിസ്ക് മുഴുവൻ. ഇതിന്റെ പാർട്ണറായി പറഞ്ഞവർക്ക് യാതൊരു റിസ്ക്കുമില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ പാർട്ട്നേഴ്സായിട്ട് വരുന്നവർക്ക് ഇവിടെ റിസ്കോ ടെൻഷന്റെ ആവശ്യമില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, എന്നിട്ടപ്പോൾ തന്നെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവിനോ വിളിച്ച് ചോദിക്കും, എടാ ഫിജികാർട്ടിനെ കുറിച്ച് കാര്യങ്ങൾ കേട്ടല്ലോ, അത് നല്ലതാണോ എന്ന്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത
അവരെന്താണ് പറയുക നിങ്ങളോട്? ഇപ്പൊ നിങ്ങൾക്കൊരു പനി വന്നാൽ നിങ്ങൾ പോയി ഡോക്ടറുടെ അടുത്ത് ചെന്നാലേ നിങ്ങൾക്ക് അതിൽ ഉചിതമായ മരുന്ന് കിട്ടുകയുള്ളൂ. അതിലാണ്ട് ഒരു വക്കീലിന്റെ അടുത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ ആ അസുഖത്തിനുള്ള മരുന്ന് വക്കീലിന് തരാൻ സാധിക്കുമോ? ഇല്ലില്ല. അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഈ മേഖലയെ കുറിച്ച്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഫിജി കാർട്ടിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തിയോട് മാത്രം ചോദിക്കാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഒരു യൂട്യൂബിൽ ചെന്ന് സെർച്ച് ചെയ്താലും ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇരുന്നുണ്ട്. എന്നാൽ അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്? അവർ ചിലപ്പോൾ 1-2 വീഡിയോ ആയിരിക്കും ഈ മേഖലയെ കുറിച്ച് ഇടുക. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.